ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് 165/2024 ഒരു LGS ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമ്മൾ ഒരുപാട് PYQകൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് എന്തായാലും നമുക്കുണ്ടാവും. നമ്മൾ ഒരു ദിവസം ഒരെണ്ണമെങ്കിലും വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു? വില്യം ബെന്റിക്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണെന്നാണ്? ഒന്നു മാത്രമാണ് ശരി. അതായത് കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തൊപ്പിയും. അടുത്തത്, ദാദാഭായി നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണെന്നാണ്? ഏതാണ് ദാദാഭായി നവറോജി? എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അടുത്തത്, ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണെന്നാണ്? ഏതാണ്? അലിഗഡ് പ്രസ്ഥാനം. അടുത്തത്, രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതെല്ലാം? 3, 4 എന്നിവയാണ് ശരി. മിറാത്തുൽ അക്ബർ, സംവാദ് കൗമുദി. അതാണ് മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്? ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ്. അടുത്തത്, 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ പ്രധാന കാരണം? ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്? ശബരി ആശ്രമം എവിടെയാണെന്നാണ്? പാലക്കാട്. അടുത്തത്, EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യ രാജവംശമായ, ഇത് രണ്ടും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, 2024 G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? 2024 G7 ഉച്ചകോടി നടന്ന രാജ്യം, ഇത് നമുക്ക് വേണ്ട. നമുക്ക് 2026 G7 ഉച്ചകോടി നടന്നത് ബെയിൻസ് ആണ്. ലോസ് ബെയിൻസ്, അത് ഫ്രാൻസിലാണ്. ഫ്രാൻസിലാണ് 2026 പിന്നെ G7 ഉച്ചകോടി നടന്നത്. അത് ജൂൺ 15 to 17 ജൂൺ 15 തൊട്ട് ജൂൺ 17 ഉച്ചകോടി നടന്നത്. ജൂൺ 15 to 17 ലോസ് ബെയിൻ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ടത്? നമുക്കറിയാം, ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ് ഇപ്പോൾ ഇല്ലാത്തത്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24 ആർട്ടിക്കിൾ 24 ബാലവേല. അടുത്തത്, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി? നിഷേധിക്കപ്പെട്ടാൽ ഏതാണ്? ഓപ്ഷൻ 3 ആണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ്? നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവസാനത്തെ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിലെ. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ 1ഉം 3ഉമാണ്. അതായത് സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. അടുത്തത്, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാമെന്നാണ്? അത് 1ഉം 2ഉം 3ഉമാണ്. അതായത് സൈനിക നടപടി, ലയനക്കര, അനുരഞ്ജനം, ഇത് 3ഉം ഉണ്ട്. അടുത്തത്, വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ, ഇത് ഡിലീറ്റഡ് ആണ്. അടുത്തത്, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണെന്നാണ്? ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഗഗൻയാൻ. അടുത്തത്, 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നാണ് 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ. അടുത്തത്, 2024 ഒളിമ്പിക് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണെന്നാണ്? മനു ഭാക്കറാണ് 2024.
അടുത്തത് എവിടെയാണ് ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത്? എവിടെയാണ്? കൊൽക്കത്തയിലാണ് ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത്. അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലോകത്തിലല്ല, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാറക്കോറമാണ് മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഇരുമ്പ്. ഇന്ദ്രാവതി ഏതു നദിയുടെ പോഷക നദിയാണ്? ഇന്ദ്രാവതി ഏതു നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾ ഇതിനു വേണ്ടി ഇരിക്കേണ്ടി വരും. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് 2003 ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണെന്നാണ്? ഇന്ത്യയുടെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അടുത്തത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ്? അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അതോർക്കുക. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടി ആണ്. ഇനി അടുത്തത് 2023 ഇതൊക്കെ അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്, നമുക്കിത് വേണ്ട. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കക്കാട് ജലസേചന പദ്ധതി പത്തനംതിട്ട. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണെന്നാണ്? കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ടത് 2018 ചക്ക ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിക്കപ്പെട്ടത്. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആരാണ്? സുമതി ആണ് അല്ലാത്തത്. അടുത്തത് ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണെന്നാണ്? ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നികുതി 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണെന്നാണ്? ശതമാനം വയനാട്. വയനാടാണ് കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല? പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. അടുത്തത് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ടയാണ് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കാനായിട്ടാണ് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ, അതായത് A4. റീഡ് തവളകൾ എവിടെയാണ്? കക്കയം. അടുത്തത് ചാമ്പൽ മലയണ്ണാൻ. ചിന്നാറാണ് ചാമ്പൽ മലയണ്ണാൻ. അടുത്തത് C1 വരയാട് എവിടെയാണ്? സി സിംഹവാലൻ കുരങ്ങ് എവിടെയാണ്? സൈലന്റ് വാലി. അടുത്തത് D2 വരയാട് നമുക്കറിയാം ഇരവികുളം. അപ്പോൾ ഒന്നുകൂടെ പറയാം, റീഡ് തവളകൾ കാണപ്പെടുന്നത് എവിടെയാണെന്നാണ് ആദ്യത്തേത്? കക്കയം. അടുത്തത് ചാമ്പൽ മലയണ്ണാൻ എവിടെയാണ്? ചിന്നാർ. അടുത്തത് സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി, വരയാട്, ഇരവികുളം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ എല്ലാം ശരിയാണെന്നാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനകരേഖാംശം 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. ഇന്ത്യയുടെ മാനകരേഖാംശം 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാക്കോൾ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഏതാണ്? ഇന്ദിരാക്കോൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. അപ്പൊ തെക്കേ അറ്റത്തുള്ളത് പോയിന്റ്, തെക്ക് പോയിന്റ് എന്നോർക്കുക. തെക്ക് പോയിന്റ്, വടക്ക് കോള്, തെക്ക് പോയിന്റ്. അടുത്തത് ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ നിന്നും ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനായിട്ടാണ്. ഇതിൽ 2ഉം 4ഉം മാത്രമാണ് ശരി. അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് നാഗാർജുന സാഗർ. അത് 2 ശരിയാണ്. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ഇത് ബന്ധമില്ല. അതേപോലെ തന്നെയല്ല ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നത്, അതും തെറ്റാണ്. അപ്പൊ ബന്ധമുള്ളത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ
അത് ലോകസഭയുമായി ബന്ധമുള്ളതാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. അടുത്തത് സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ഇതും ഡിലീറ്റഡ് ആണ്. അടുത്തത് 46ാമത്തത്, അത് ചേരുംപടി ചേർക്കുകയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1 വരാഹമിഹിരൻ ലഘുജാതകം. അടുത്തത് 2 കാളിദാസൻ വിക്രമോ ഉർവശീയം. അടുത്തത് 3 വിശാഖദത്തൻ മുദ്രാരാക്ഷസം, ശൂദ്രകൻ വൃച്ഛകടികം. അടുത്തത് കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണെന്നാണ്. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണെന്നാണ്. PSLV-C 57. PSLV-C 57 അതാണ് ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് അഗസ്റ്റ് കോംതെ. അടുത്തത് നമുക്ക് വേണ്ട, മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. അപ്പോൾ മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം എന്നതാണ്. മണ്ണ് ദിന സന്ദേശമാണ്. മണ്ണ് ദിന സന്ദേശം. അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ഏത്? ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം പോർച്ചുഗൽ ആണ്. അടുത്തത് 2023 അതും നമുക്ക് വേണ്ട. അടുത്തത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന ഓർ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ 1, 2, 3. അതായത് ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. അപ്പോൾ ചെറുകുടൽ, ഇത് 3 ശരിയാണ്. പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ചെറുകുടലിൽ വെച്ചാണ്. വില്ലസുകൾ കാണപ്പെടുന്ന ചെറുകുടലിലാണ്. ജലം, ലവണം എന്നിവ ആഗിരണം ചെയ്യുന്നതും ചെറുകുടലിലാണ്. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏതാണെന്നാണ്. ഏത് വൈറ്റമിനുമായി ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം എന്താണ് വൈറ്റമിൻ എ, നിശാന്തത അല്ലേ. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ്. വനം 1988. അടുത്തത് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ സംഘടന. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ സംഘടന IUCN ആണ്. IUCN ആണ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. അടുത്തത് 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത്. അപ്പം നമുക്ക് വേണ്ടത് 2026 പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ചത് അസർബൈജാൻ ആണ്. അസർബൈജാൻ ആണ് 2026 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് അസർബൈജാൻ. നമുക്കിവിടെ 2026 അസർബൈജാൻ ലോക പരിസ്ഥിതി ദിനത്തിന്. അപ്പം നമ്മൾ നോക്കുക ഏതിനൊക്കെയാണ് നമ്മൾ ഈ ആതിഥേയത്വം വഹിച്ച രാജ്യം എന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ളത് നമ്മളൊന്ന് പഠിച്ചു പോവുക. രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്താണെന്നാണ്. സിഗ് എന്നാണ് സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കറിയുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കാനായിട്ടാണ്. കറിയുപ്പിന്റെ രാസനാമം നമുക്ക് എല്ലാവർക്കും അറിയാം, സോഡിയം ക്ലോറൈഡ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജ രൂപം ഏതാണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജ രൂപം രാസോർജം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എത്രയാണ്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. നമുക്ക് ഇത് ഓർമ്മയുണ്ടല്ലോ, ഇത്തവണത്തെ 10th പ്രിലിംസിന് ഫസ്റ്റ് സ്റ്റേജിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 20 ഹെർട്സ് ടു 20,000 ഹെർട്സിന് ഇടയിലാണ്. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നമുക്ക് PYQ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അടുത്തത് എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ. നമുക്കിത് ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ എല്ലാം ശരിയാണ്. അതായത് എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. ശരിയാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയാണ്. ശരിയാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ശരിയാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല ഓർ നശിപ്പിക്കപ്പെടുന്നില്ല. ആറ്റം പുതുതായി നശിപ്പിക്കപ്പെടുന്നില്ല എന്ന് അല്ല, രാസപ്രവർത്തന വേളയിലാണ് ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അടുത്തത് എല്ലാ ധാതുക്കളും അയിരുകളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. ഇതിൽ ശരി 2 മാത്രമാണ് ശരി. അതായത് എല്ലാ അയിരും ധാതുക്കളാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. പക്ഷെ എന്താണ്, എല്ലാ ധാതുക്കളും
അയിരുകളല്ല. മനസ്സിലായല്ലോ? എല്ലാ അയിരും ധാതുക്കളാണ്. ഇപ്പൊ തിരിച്ച് അല്ല. അടുത്തത് 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണെന്നാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് 2026 നമുക്ക് വേണ്ടത്. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്ക്. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി. എന്താണ്? പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി. അതാണ് 2026 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ്. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട്. ഓർത്തോളണം, പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്ക്. അടുത്തത് നമുക്ക് വേണം 2023 നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണെന്നാണ്. 2023 3 പേർക്ക് ലഭിച്ചു. അപ്പൊ എത്ര പേർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണെന്നാണ്. മലമ്പനി. അടുത്തത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. അടുത്തത് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം EEG ആണ്. ഇലക്ട്രോ എൻഫ്ലോഗ്രാം ആണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. അടുത്തത് രോഗകാരികളായ സൂക്ഷ്മജീവികളെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പാക്കിയ കർമ്മ പദ്ധതിയുടെ പേര്. കേരളത്തിൽ നടപ്പാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് എന്താണ്? കാഴ്സാപ്പ്. കാഴ്സാപ്പാണ് സൂക്ഷ്മജീവികളെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പാക്കിയ കർമ്മ പദ്ധതി. അടുത്തത് സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണെന്നാണ്. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത പ്ലാസ്മോഡെസ്മേറ്റ. പ്ലാസ്മോഡെസ്മേറ്റയാണ്. നമുക്ക് 9ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന്റെ രോഗകാരി ഏത്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന്റെ രോഗകാരി ഏതാണ്? നെഗ്ലേറിയ ഫൗലേറി. നെഗ്ലേറിയ ഫൗലേറി. അടുത്തത് ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണെന്നാണ്. അത് ഡിലീറ്റഡ് ആണ്. ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരം എന്താണെന്ന്. ശ്വാസകോശത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്തരം ഏതാണ്? പ്ലൂറയാണ്. താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. പോർട്ടൽ സിര 2ഉം 4ഉമാണ് ശരി. അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. അടുത്തത് പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നു. ഇത് രണ്ടും പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണ്? നിലമ്പൂർ. നിലമ്പൂറാണ് ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്. ഇത് ഡിലീറ്റഡ് ആണ്. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണെന്നാണ്. എവിടെയാണ്? ആസാമിലാണ് ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നാഗാലാൻഡാണ്. നാഗാലാൻഡാണ് ആദ്യ സംസ്ഥാനം. അപ്പോൾ അടുത്തത് മാത്സ് ആണ്. മാത്സ് ഞാൻ ഇത് മാത്രം പറഞ്ഞു പോകാം. 81ാമത്തത് ആൻസർ A ആണ്. 82ാമത്തത് B ആണ്. 83 ഡിലീറ്റഡ് ആണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊന്ന് ചെയ്ത് നോക്കാം. എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വേറൊരു ഇതിൽ വർക്കൗട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തത് 84ാമത്തത് D ആണ്. 85ാമത്തത് B ആണ്. 86ാമത്തത് D ആണ്. 87ാമത്തത് A ആണ്. 88ാമത്തത് A ആണ്. 89ാമത്തത് B ആണ്. 90ാമത്തത് A ആണ്. 91ാമത്തത് ഡിലീറ്റഡ് ആണ്. 92ാമത്തത് A ആണ്. 93ാമത്തത് A ആണ്. 94 B ആണ്. 95 D ആണ്. 96ാമത്തത് A ആണ്. 96ാമത്തത് A ആണ്. 97ാമത്തത് A ആണ്.
98ാമത്തത് ഡി ആണ്, 99ാമത്തത് എ ആണ്, 100ാമത്തത് സി ആണ്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ പറയാം, ഇനിയിപ്പോൾ 2 ദിവസം ഓണമല്ലേ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്തായാലും. മറ്റന്നാൾ ഇല്ല, തിരുവോണത്തിൻ്റെ അന്ന് ഉണ്ടാവത്തില്ല. പിന്നെ അവിട്ടത്തിൻ്റെ അന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ചതയത്തിൻ്റെ അന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. വൈകുന്നേരത്തെ ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ പറയാം. പിന്നെ അപ്പോൾ എല്ലാവർക്കും തിരക്കല്ലേ, അപ്പോൾ നമുക്ക് എന്നും ഓരോ PYQ വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് നോക്കി പോവുക. നമുക്ക് എക്സാം ആകുമ്പോഴേ നമുക്കതിൻ്റെ പിന്നെ നമുക്ക് എത്രത്തോളം അത് നമുക്ക് പ്രയോജനപ്പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ രാവിലെ 10:30 ഇത് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 8 മണിക്കായിരിക്കും VFAയുടെ നമ്മുടെ ഓരോ സിലബസ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.